കേരളത്തിൽ പള്ളിമേടകളും അരമനകളും കയറിയിറങ്ങി ക്രൈസ്തവ സ്നേഹം വിളമ്പുന്ന ബി.ജെ.പിയുടെ യഥാർത്ഥ മുഖം എന്താണ്? ബി.ജെ.പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വൈദികന്മാരും കന്യാസ്ത്രീകളും സുരക്ഷിതരാണോ? ക്രിസ്ത്യൻ സമൂഹത്തോടുള്ള ബി.ജെ.പിയുടെ സമീപനം എന്താണ്? അസത്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ കാലത്ത് ഈ വിഷയങ്ങളിലെ സത്യാവസ്ഥ തേടി നമുക്കൊന്ന് സഞ്ചരിക്കാം. നമ്മൾ ചരിത്രാതീത കാലത്തിലേക്കോ കേട്ടാൽ മനസ്സിലാവാത്ത തിയറികളിലേക്കോ പോകുന്നില്ല. കേവലം 2 മാസങ്ങൾ പിന്നിലേക്ക് ഒന്ന് യാത്ര ചെയ്യാം. കൃത്യമായി പറഞ്ഞാൽ 2025 മെയ് 31 മതപരിവർത്തനം ആരോപിച്ച് 29-കാരിയായ കന്യാസ്ത്രീയെ ബജ്റംഗ് പ്രവർത്തകർ ട്രെയിനിൽ നിന്ന് പിടിച്ചിറക്കി ആക്രമിച്ചത് ബി.ജെ.പി ഭരിക്കുന്ന ഒഡീഷയിലാണ്. രാജധാനി എക്സ്പ്രസിൽ കന്യാസ്ത്രീയും പ്രായപൂർത്തിയാകാത്ത സഹോദരനും മറ്റു 3 പേരും ചേർന്ന് യാത്ര ചെയ്യുകയായിരുന്നു. അവിടേക്കെത്തിയ ബജ്റംഗ് പ്രവർത്തകർ ഇവരെ കണ്ടതും കന്യാസ്ത്രീ കുട്ടിക്കടത്തും മതപരിവർത്തനവും നടത്തുകയാണെന്ന് ആരോപിച്ച് ബലം പ്രയോഗിച്ച് ഇവരെ കോർബ സ്റ്റേഷനിൽ ഇറക്കി. ഈ സംഭവം നടക്കുമ്പോൾ സമയം രാത്രി 11 മണിയാണ് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. താൻ കന്യാസ്ത്രീയാണ് എന്നും കാലങ്ങളോളം കത്തോലിക്ക സഭയുടെ വിശ്വാസിയാണെന്നും പറഞ്ഞ് ID കാർഡുകൾ അടക്കം കാണിച്ചെങ്കിലും ബജ്റംഗ് പ്രവർത്തകർ വെറുതെ വിട്ടില്ല എന്നും ആൾക്കൂട്ട വിചാരണ നടത്തിയെന്നുമാണ് അന്ന് ആ കന്യാസ്ത്രീ പരാതിപ്പെട്ടത്. ഇനി മറ്റൊരു ദിവസത്തേക്ക് വരാം. ജൂലൈ 27 ഞായറാഴ്ച. സംഭവം നടക്കുന്നത് ഛത്തീസ്ഗഡിലാണ്, ബി.ജെ.പി ഭരിക്കുന്ന മറ്റൊരു സംസ്ഥാനം. ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയായിരുന്ന കന്യാസ്ത്രീകളെ ഒരു കൂട്ടം ബജ്റംഗ് പ്രവർത്തകർ വളയുന്നു. കേട്ടത് മാറിപ്പോയിട്ടില്ല. ഇവിടെയും പ്രശ്നക്കാർ ബജ്റംഗ് പ്രവർത്തകർ തന്നെയാണ്. ഇവിടെയും ഈ കന്യാസ്ത്രീകൾക്ക് നേരെ ബജ്റംഗ് മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിക്കുന്നു. ഈ അക്രമി കൂട്ടത്തിന്റെ പ്രതിഷേധത്തെ തുടർന്ന് ഛത്തീസ്ഗഡ് പോലീസ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നു. ഈ കന്യാസ്ത്രീകളുടെ ജാമ്യത്തിനായി കോൺഗ്രസ് ഇന്ത്യയിലും കേരളത്തിലും ഛത്തീസ്ഗഡിലും നടത്തിയ പ്രതിഷേധങ്ങൾ നമ്മൾ മറക്കാനിടയില്ലാത്തത് കൊണ്ട് തന്നെ അതിലേക്ക് പോകുന്നില്ല. ഇനി പറയാനുള്ളത് 5 ദിവസങ്ങൾക്ക് മുന്നേ നടന്ന ഒരു സംഭവത്തെ പറ്റിയാണ്. ഡേറ്റ് വ്യക്തമാക്കിയാൽ ഓഗസ്റ്റ് 6 ബുധനാഴ്ച മതപരിവർത്തനം ആരോപിച്ച് മലയാളി വൈദികർക്കും കന്യാസ്ത്രീകൾക്കുമെതിരെ ആക്രമണമുണ്ടായി. ആക്രമിച്ച സംഘടനയുടെ പേര് മുകളിൽ 2 തവണയും നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ബജ്റംഗ് ദൾ. സംഭവം നടക്കുന്നത് ബി.ജെ.പി ഭരിക്കുന്ന ഒഡീഷയിൽ തന്നെ. ഒരു മതവിശ്വാസിയുടെ ചരമവാർഷിക ചടങ്ങിൽ പങ്കെടുത്ത് തിരികെ മടങ്ങവേ വഴിയിൽ കാത്തുനിന്ന 70-ലേറെ ബജ്റംഗ് ദൾ പ്രവർത്തകർ വൈദികരെയും കന്യാസ്ത്രീകളെയും ആക്രമിക്കുകയായിരുന്നു. അതിക്രൂരമായ രീതിയിൽ വൈദികരെ ആക്രമിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു. ഗ്രാമത്തിലുള്ളവർ ബജ്റംഗ് ദൾ പ്രവർത്തകരോട് വൈദികർ മതപരിവർത്തനം നടത്താനല്ല വന്നതെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും അവർ അത് ചെവിക്കൊണ്ടില്ല. ഭരിക്കുന്നത് ബി.ജെ.ഡി അല്ല, ബി.ജെ.പി ആണ്. നിങ്ങൾക്ക് ആരെയും അമേരിക്കക്കാരാക്കാൻ കഴിയില്ല എന്ന് ആക്രോശിച്ചുകൊണ്ടാണ് മർദ്ദിച്ചത് എന്ന് വൈദികർ പറയുന്നു. 45 മിനിറ്റുകൾ കഴിഞ്ഞ് സംഭവ സ്ഥലത്തേക്ക് പോലീസ് എത്തിയപ്പോഴാണ് ബജ്റംഗ് ദൾ പ്രവർത്തകർ പിരിഞ്ഞുപോയത്. നമ്മൾ മുകളിൽ സംസാരിച്ചത് പതിറ്റാണ്ടുകൾക്ക് മുൻപേ നടന്ന കാര്യങ്ങളല്ല, കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഈ രാജ്യത്ത് സംഭവിച്ച കാര്യങ്ങളാണ്. ഇതിലെല്ലാം നോക്കിയാൽ ഒരുപോലെ കാണാൻ കഴിയുന്ന കാര്യം ഈ സംഭവങ്ങളെല്ലാം നടന്നത് ബി.ജെ.പി ഭരിച്ച സംസ്ഥാനങ്ങളിലാണ്. ഈ 3 സംഭവത്തിലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സംഘടനയുടെ പേര് ബജ്റംഗ് ദൾ എന്നുമാണ്. ഒരു മലയാളിക്ക് ബജ്റംഗ് ദളും ബി.ജെ.പിയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ക്ലാസ് എടുത്ത് മനസ്സിലാക്കി തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഒഡീഷയിൽ ബജ്റംഗ് ദൾ ആക്രമിക്കുന്നതിനിടയിൽ ആക്രോശിച്ചത് ഇവിടെ ഭരിക്കുന്നത് ബി.ജെ.പി ആണ് എന്നാണ്. അതായത് ബി.ജെ.പി ഭരിക്കുന്നിടത്ത് തങ്ങളാണ് നിയമവും നീതിയും നിർണയിക്കുന്നത് എന്നതല്ലാതെ മറ്റൊരർത്ഥവും ആ ആക്രോശത്തിനില്ല. ബി.ജെ.പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഈ ബജ്റംഗ് ദൾ അക്രമകാരികൾ വിളിച്ചു പറഞ്ഞ ആ വാക്കുകൾ തന്നെ മതിയാകും. രാത്രി 11 മണിക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീയെ ബലം പ്രയോഗിച്ച് ട്രെയിനിന്റെ പുറത്തേക്ക് പിടിച്ചിറക്കാനുള്ള അധികാരം ആരാണ് ബജ്റംഗ് ദളിന് നൽകിയത്? ബി.ജെ.പി ഭരിക്കുന്ന ഒഡീഷയിൽ സ്ത്രീകൾക്ക് എന്ത് സുരക്ഷിതത്വമാണുള്ളത്? കന്യാസ്ത്രീകൾക്കൊപ്പം ഒരു കുട്ടിയെ കണ്ടാൽ അത് മനുഷ്യക്കടത്താണ് എന്ന് വിധി പുറപ്പെടുവിച്ച് കന്യാസ്ത്രീയെ ആക്രമിക്കാൻ ബജ്റംഗ് ദളിനെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ആര് എഴുതിയ ഭരണഘടനയാണ്? ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീ വേഷം ധരിച്ച് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല എന്ന് നമ്മളോട് പറഞ്ഞത് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയല്ല. ഛത്തീസ്ഗഡിലെത്തി അവിടെയുള്ള മനുഷ്യരോട് സംസാരിച്ച മലയാളം മാധ്യമങ്ങളാണ്. ഒഡീഷയിൽ ഇവിടം ഭരിക്കുന്നത് ബി.ജെ.പി ആണ് എന്ന് പറഞ്ഞാണ് ഞങ്ങളെ ആക്രമിച്ചതെന്ന് പറഞ്ഞത് വൈദികർ തന്നെയാണ്. ബി.ജെ.പിക്ക് ക്രിസ്ത്യൻ സമുദായത്തോടുള്ള സ്നേഹം അളക്കാൻ ഇനിയും ഉദാഹരണങ്ങൾ ആവശ്യമുണ്ടോ? പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഇവിടെ നടക്കുന്നത് ഒരു ഹിറ്റ്ലർ രീതിയാണ്.
ജർമ്മനിയിൽ നടന്നതുപോലെയാണ് ഇന്ന് ഈ രാജ്യത്ത് ക്രൈസ്തവരെ വേട്ടയാടുന്നത്. കേരളത്തിൽ ക്രൈസ്തവ സ്നേഹം പറഞ്ഞു പള്ളിമേടകളും അരമനകളും കയറി ഇറങ്ങി കേക്ക് വിതരണം ചെയ്ത BJP നേതാക്കൾ ഇപ്പോൾ എവിടെയാണ്? തൃശൂർ തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും ക്രൈസ്തവ സ്നേഹം പാടി നടന്ന സുരേഷ് ഗോപിയെ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കണ്ടവരുണ്ടോ? മാതാവിന് പൊന്നിൻ കിരീടം സമ്മാനിക്കാൻ നടന്നവർ വൈദികർക്കും കർത്താവിന്റെ മണവാട്ടിമാർക്കും നേരെ നിരന്തരം അക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ വായ തുറക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യങ്ങൾക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ. ന്യൂനപക്ഷ വേട്ട എന്നത് BJPയുടെ രാഷ്ട്രീയ അജണ്ടയാണ്. കേരളത്തിലെ ഈ കപട ക്രൈസ്തവ സ്നേഹം കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മനസമാധാനത്തോടെ കന്യാസ്ത്രീമാർക്കും വൈദികന്മാർക്കും ജീവിക്കാൻ കഴിയുന്നില്ല. അവർ നിരന്തരം അക്രമത്തിന് ഇരയാവുകയാണ്. അപ്പോഴാണ് ഇവിടെ കേരളത്തിലെ സ്നേഹപ്രകടന നാടകം അരങ്ങു തകർക്കുന്നത്. എന്നാൽ ക്രൈസ്തവ അക്രമങ്ങൾ കേരളത്തിൽ ചർച്ചയായപ്പോൾ അതുവരെ BJP നടത്തിവന്ന നാടകം മൂകനാടകമായി മാറുകയും BJP നേതാക്കൾക്ക് സംസാരശേഷി നഷ്ടപ്പെടുകയും ചെയ്തു. കണ്ണുകൊണ്ട് കാണുന്നതും കാതുകൊണ്ട് കേൾക്കുന്നതും വിശ്വസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ BJPക്കാരുടെ ക്രൈസ്തവ സമൂഹത്തോടുള്ള സ്നേഹം 916 കപടതയാണ് എന്ന് തിരിച്ചറിയുക. വോട്ട് ബാങ്കിനപ്പുറം ഒരു സ്നേഹവും BJPക്ക് ക്രൈസ്തവ സമൂഹത്തോടോ ന്യൂനപക്ഷങ്ങളോടോ ഇല്ല. സ്നേഹമില്ലെന്ന് മാത്രമല്ല, BJP അധികാരത്തിൽ വന്നാൽ അവർ ആദ്യം വേട്ടയാടാൻ പോകുന്നത് ഈ ന്യൂനപക്ഷങ്ങളെ ആയിരിക്കുകയും ചെയ്യും. ഛത്തീസ്ഗഡും ഒഡീഷയും ഉൾപ്പെടെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നമ്മളോട് പറയുന്നതും അതുതന്നെയാണ്. നാളെ കേരളത്തിൽ ബജ്രംഗ് ദൾ ആക്രമികൾ നമ്മുടെ ക്രൈസ്തവ സഹോദരന്മാരെ ആക്രമിച്ചിട്ട് ഇത് BJP ഭരിക്കുന്ന സംസ്ഥാനമാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ നാടിനെ തള്ളിവിടാതിരിക്കേണ്ടത് ഓരോ മലയാളിയുടെയും ഉത്തരവാദിത്തമാണ്.